മൂലക്കിൽ ചെന്താര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പാലക്കോട് പുഴയിലെ മത്സ്യക്കൂട് കൃഷി 5ാം വർഷത്തിൽ. ഇത്തവണയും മികച്ച വിളവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചെന്താര സംഘാംഗങ്ങൾ. മൂലക്കിയിൽ ചെന്താര പുരുഷ സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ ചേർന്ന് 2019 മത്സ്യക്കൂട് കൃഷി ആരംഭിച്ചത്. 30 പേർ ചേർന്നാണ് മത്സ്യക്കൂട് കൃഷി ആരംഭിച്ചതെങ്കിലും ഇന്ന് സജീവമായി രംഗത്തുള്ളത് 17 പേർ മാത്രം. കാളാഞ്ചി, കരിമീൻ, ചെമ്പല്ലി തുടങ്ങിയ മീനുകളാണ് കൃഷി ചെയ്യുന്നത്. GI പൈപ്പ് ഉപയോഗിച്ച് ചതുരാകൃതിയിൽ ഫ്രെയിം ഉണ്ടാക്കി അതിനകത്ത് മത്സ്യങ്ങളെ വളർത്തുന്നതിനായി നെറ്റ് സംവിധാനം ഒരുക്കുന്നു. പുഴയിൽ ഇത് പൊന്തിക്കിടക്കുന്നതിനായി പ്ലാസ്റ്റിക് ഡ്രമ്മുകളും ഉപയോഗിക്കുന്നു. ഈ രീതിയിൽ മീൻ വളർത്തുന്ന കൃഷിരീതിയാണ് മത്സ്യക്കൂട് കൃഷി. ഈ വർഷം മികച്ച വിളവ് ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് ചെന്താര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പ്രസിഡന്റ് N ശശിയും D സന്തോഷും പറയുന്നു. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാളാഞ്ചി കൃഷിയാണ്. കാളാഞ്ചി അതുപോലെ കരിമീൻ കൃഷിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2019 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. സബ്സിഡി, ഗവൺമെൻറ് സബ്സിഡി എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് വിത്തും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡിയാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈം മാത്രമാണ് കൂടും അതിന് വിത്തിനും ഇതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഗ്രൂപ്പായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 17 ആളുള്ള ഗ്രൂപ്പാണ്. പുഴയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ട്. എങ്കിലും പരമാവധി കൃഷിയെ പരിപാലിക്കുകയാണ് ഇവർ. 2 നേരമാണ് മത്സ്യങ്ങൾക്ക് തീറ്റ നൽകേണ്ടത്. വരും വർഷങ്ങളിലും മത്സ്യകൃഷി തുടരാനാണ് സംഘാംഗങ്ങളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി, പഴയങ്ങാടി. വിദഗ്ധരായ മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്മാരും അത്യാധുനിക സജ്ജീകരണങ്ങളും പരിശോധനകളിലെ കൃത്യതയുമായി 14ാം വർഷത്തിലേക്ക്. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി, പഴയങ്ങാടി. ഗവൺമെന്റ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിനനുസരിച്ച് നടത്തുന്ന പഴയങ്ങാടിയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ലാബ്. ഒപ്പം ജനകീയ ഡോക്ടർ നാരായണന്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി, പഴയങ്ങാടി.